അപ്പം പ്രൈസ് ഓഫ് 1 ബിഗ് ഗ്ലാസ് ഓഫ് ലൈം ജ്യൂസ് എന്ന് ചോദിച്ചാൽ നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 10 rupees. അപ്പൊ 10 അവിടെ എഴുതണം. പ്രൈസ് ഓഫ് 2 സ്മാൾ ഗ്ലാസസ് ഓഫ് ലൈം ജ്യൂസ് എന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന് 5. അപ്പൊ 2 ഗ്ലാസ്സിനപ്പോൾ എത്രയാവും? 5 + 5 വരുമ്പോൾ 10 ആവും. അപ്പൊ ടോട്ടൽ പ്രൈസ് ഓഫ് ലൈം ജ്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 10 + 10 വരുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 20. അതപ്പോ അവിടെ എഴുതണം. വാട്ട് ഐ ഫൗണ്ട് ഔട്ട്. അപ്പം നമുക്ക് നോക്കാം. 1 gets a big glass of lime juice for the price of 2 small glasses of lime juice എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2 ചെറിയ ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന്റെ വിലയ്ക്ക് ഒരു വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി ഈ പേജിൽ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് ഓഫ് ഓറഞ്ച്, ഓറഞ്ചിന്റെ വില. അപ്പം ദ പ്രൈസ് ഓഫ് 1 orange is 99 rupees. ഒരു ഓറഞ്ചിന്റെ വില 9 രൂപയാണ്. If we buy 2 oranges, how much should we pay? 2 ഓറഞ്ച് വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കണമെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഓറഞ്ചിന്റെ വില എത്ര? 9. അപ്പൊ 9 + 9 ആയിരിക്കുമല്ലോ ആൻസർ. അപ്പൊ 9 + 9 എത്രയാ? 18 എഴുതണം. പിന്നെ if 2 10 rupee coins are given, how much will we get back? അപ്പം 2 10 rupee ഉണ്ടാവും. അപ്പം 2 10 രൂപയുടെ നാണയങ്ങൾ കൊടുത്താൽ ബാക്കി എത്ര രൂപ കിട്ടുമെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 10 രൂപയുടെ നാണയം കൊടുത്താൽ എത്രയാ? 20. അപ്പം നമുക്ക് ആകെ എത്രയായിട്ടുള്ളത്? 18. അപ്പൊ ഈ 20ന് 18 കുറയ്ക്കണം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2. അപ്പം 2 ബാലൻസ് കിട്ടും. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? ആൻസ് ദ ടോക്കിംഗ് ഡോൾ, സംസാരിക്കുന്ന പാവ. ആൻസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? എന്നോട് ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ല എഴുതിയിരിക്കുന്നത്? ആൻസ് ടോക്ക് ഹാസ് മീ, ഐ വിൽ ആൻസർ എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലെന്താ പറയുന്നത്? വാട്ട് ഡിഡ് ദ ഡോൾ സേ, റൈറ്റ് ദ ആൻസർ. പാവ പറഞ്ഞത് എന്തായിരിക്കും? ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? 2 4 6 8 10 12 പിന്നെ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ. അപ്പം ഇതിൽ ഈവൻ നമ്പർ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഈവൻ നമ്പർ 12 കഴിഞ്ഞ ഏതാ നമ്പർ? 14. അതപ്പോ അവിടെ എഴുതണം. പിന്നെ ഇതില് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 1 digit നമ്പർ. ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരക്ക സംഖ്യ ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാ? 9 അല്ലേ? 9 കഴിഞ്ഞ് 10. 10 ആകുമ്പോഴത്തേക്ക് 2 അക്ക സംഖ്യ ആവും. അപ്പൊ ഏറ്റവും വലിയ ഒരക്ക സംഖ്യ 9 ആണ്. പിന്നെ വാട്ട് ഈസ് ദ നമ്പർ ബിറ്റ്വീൻ 15 and 17. 15ന്റെയും 17ന്റെയും ഇടയ്ക്കുള്ള നമ്പർ ഏതാ? സംഖ്യ ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. അതേതാ? 16. അപ്പൊ അതപ്പോ എവിടെ എഴുതണം? പിന്നെ ഇവിടെ വാട്ട് നമ്പർ ഈസ് 2 more than 18. 18നേക്കാൾ 2 കൂടിയാൽ ഏത് സംഖ്യ കിട്ടും എന്നാ ചോദിച്ചിരിക്കുന്നത്. ഏത് സംഖ്യ കിട്ടും? 18ന്റെ കൂടെ 2 ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടും? 20 കിട്ടും. ആ 20 അപ്പൊ അവിടെ എഴുതണം. വാട്ട് ഡു വി ഗെറ്റ് ഇഫ് വി ആഡ് 7 and 6? അപ്പം 7ന്റെ കൂടെ 6 ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്നാ ചോദിച്ചിരിക്കുന്നത്. 7ന്റെ കൂടെ 6 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 13. അപ്പൊ 13 അവിടെ എഴുതണം. വാട്ട് നമ്പർ ഈസ് 1 more than 89? 89നേക്കാൾ 1 കൂടിയാൽ എത്രയാ വരുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. അതപ്പം 89ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാ? 90. അപ്പം 90 അവിടെ എഴുതണം. വാട്ട് നമ്പർ ഈസ് 15 less than 45? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 45ൽ നിന്ന് 15 കുറഞ്ഞാൽ എത്രയാ വരിക എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം 45ൽ നിന്ന് 15 കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 30 കിട്ടും. അപ്പം അതപ്പോ അവിടെ എഴുതണം. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നു നോക്കാം. വാട്ട് നമ്പർ ഈസ് 19 more than the sum of 50 and 30? 50ഉം 30ഉം കൂട്ടി അതിന്റെ കൂടെ 19 കൂടി കൂട്ടിയാൽ എത്രയാവും എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം 50ഉം 30ഉം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടുന്നത്? 60 70 80 കിട്ടും. ഈ 80ന്റെ കൂടെ 19ഉം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 99 കിട്ടും. അതപ്പോ അവിടെ എഴുതുക. വാട്ട് നമ്പർ ഈസ് 10 less than 59? അപ്പൊ 59ന്ന് 10 കുറഞ്ഞാൽ എത്ര കിട്ടും? 49. അപ്പൊ അവിടെ എഴുതണം. നൗ മൈ ക്വസ്റ്റ്യൻ ടു ദ ഡോൾ. വാട്ട് ഈസ് ദ സ്മാളസ്റ്റ് 2 digit നമ്പർ? ഏറ്റവും ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 9 കഴിഞ്ഞ് 10 വരുമ്പോ അല്ലേ 2 അക്ക സംഖ്യ ആകുന്നേ. അപ്പൊ ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാ? 10 ആണ്.
അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ലാർജസ്റ്റ്, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? 99 ആയിരിക്കും അല്ലെ. 99 കഴിഞ്ഞ് 100 ആവും. അപ്പൊ അത് 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പൊ 99 ആയിരിക്കും എന്റെ ഉത്തരം. പിന്നെ ഇതിലെന്താ പറയുന്നത്? ലെറ്റ് us join together and sing. അപ്പൊ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പാടാന്ന് പറയാം. അപ്പൊ ഇതിലൊരു പാട്ടായിരിക്കും. അപ്പൊ പ്ലീസ് സിംഗ് എ സോങ്, ദയവായി പാട്ട് പാടൂ എന്ന് പറയുക. 10 little kittens playing with a ball, 2 of them left and then 4 more. How many are now playing with the ball? അപ്പൊ ഇതിൽ പറയുന്ന 10 പൂച്ചക്കുട്ടികൾ ബാൾ വെച്ച് കളിക്കുമായിരുന്നു. 2 പൂച്ചക്കുട്ടികൾ പോയി, അതിനുശേഷം 4 എണ്ണം പോയി. എത്ര പേരാണ് ബോൾ കൊണ്ട് കളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതപ്പോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആകെ ഉണ്ടായിരുന്ന 10 എണ്ണമായിരുന്നു. 10ന്ന് 2 പോകുമ്പോ 8 കിട്ടും. പിന്നെ ഈ 8ന്ന് 4 കൂടെ പോകുമ്പോ 4 കിട്ടും. അപ്പൊ ആൻസർ എത്ര? 4. പിന്നെ അതുപോലെ നമ്മൾ തനിയെ ഒരെണ്ണം എഴുതാനായിട്ട് പറയാം. നമുക്ക് നോക്കാം. Now my question. 20 little parrots sitting on a tree, 10 of them fly and 2 more. How many are now sitting on the tree? അപ്പം ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 20 തത്തക്കുഞ്ഞുങ്ങൾ ഒരു മരത്തിന് മുകളിൽ ഇരിക്കുമായിരുന്നു. അതിൽ 10 എണ്ണം പറന്നു, അതിനുശേഷം 2 എണ്ണവും പറഞ്ഞു. അപ്പം ഇപ്പോൾ എത്ര തത്തക്കുഞ്ഞുങ്ങളാണ് മരത്തിന് മുകളിൽ ഇരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആകെ ഉണ്ടായിരുന്ന 20 ആയിരുന്നു. അപ്പൊ 20ന്ന് പിന്നെ 10 എണ്ണം പോകുമ്പോ എത്ര കിട്ടും? 10 കിട്ടും. ഈ 10ന്ന് പിന്നെയും 2 കൂടെ കൂടുമ്പോ 8. അപ്പൊ എത്ര പാരറ്റ്സ് ഉണ്ട്? 8 പാരറ്റ്സ്. അപ്പൊ അതവിടെ എഴുതണ്ടേ. നമ്പർ ഓഫ് മാജിക്. അപ്പൊ നോക്കാം. 17 ഫ്ലവേഴ്സ് ഇൻ 1 ബാസ്കറ്റ്. ഷാൻവി took 3. അപ്പം ഒരു കൊട്ടയിൽ 17 പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ ജാൻവി 3 പൂക്കൾ എടുത്തു. Now how many are left in the basket? ഇപ്പോൾ ബാസ്കറ്റിൽ ബാക്കി എത്ര എണ്ണം ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആകെ ഉണ്ടായിരുന്ന എത്രയായിരുന്നു? 17. 17ന്ന് 3 എണ്ണം ജാൻവി എടുത്തത് കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 14 കിട്ടും. ലിസി put 4 new flowers in the basket. Now how many flowers in the basket? അപ്പൊ ലിസി 4 എണ്ണം കൂടെ ഫ്ലവേഴ്സ് പുതുതായിട്ട് ഇട്ടു. അപ്പൊ ഇപ്പൊ ബാലൻസ് എത്ര? ബാസ്കറ്റിൽ എത്ര പൂക്കളുണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ നേരത്തെ എത്രയായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്? 14. അപ്പൊ 14 കൂടി 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. അതപ്പോ അവിടെ എഴുതണം. രാജ് took 1 flower from the basket. രാജു ആ ബാസ്കറ്റിൽ നിന്നും ഒരു പൂ എടുത്തു. Now how many are left in the basket? ഇപ്പോൾ എത്ര പൂക്കളാണ് ബാസ്കറ്റിൽ ഉള്ളത്? അപ്പൊ ഈ 18 പിന്നെ ഒന്നും കൂടെ കുറയ്ക്കണം, സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 17 കിട്ടും. പിന്നെ ഇതിൽ പറയുന്നത് ഡു യു നോ ഹൗ ഐ ഫൗണ്ട് ഇറ്റ്? took 3 and put in 4. That makes 1 more, right? Then took 1. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കണക്കാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. 3 എണ്ണം എടുത്ത് 4 എണ്ണം ഇട്ടു. അപ്പോൾ 1 കൂടുതലായി. എന്നിട്ട് 1 എടുത്തു. അപ്പൊ ഇതിലെന്താ സംഭവിച്ചേ? അപ്പോൾ 4 എണ്ണം എടുത്തു, 4 എണ്ണം ഇട്ടു. അപ്പൊ പൂക്കളുടെ എണ്ണത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ ഇതിൽ നോക്കിക്കേ, മാംഗോ മാക്സ്. അപ്പൊ ഇതിൽ പറയുന്ന 15 mangoes in a bag. Suhra took 3, Lizzie took 2. How many are left in the bag? How do we find out? ഒരു സഞ്ചിയിൽ 15 മാങ്ങകളുണ്ട്. സുഹറ 3 എണ്ണം എടുത്തു, ലിസി 2 എണ്ണം. ഇപ്പോ സഞ്ചിയിൽ എത്ര മാങ്ങകൾ ബാലൻസ് ഉണ്ട്, ബാക്കിയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? ഈ 15-നകത്തുനിന്ന് സുഗറയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലിസിയും കൂടെ എത്രണ്ണം മേടിച്ചു? 3ഉം 2ഉം അല്ലേ മേടിച്ചു. അപ്പൊ 3ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോ എത്ര? 5 കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? ഈ 15-നകത്തുനിന്ന് ഈ 5 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 10 കിട്ടും. അപ്പം എത്ര ആൻസർ? 10 കിട്ടും. അതാണ്. അപ്പം പിന്നെ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നമുക്കപ്പോൾ 2 രീതിയിൽ എഴുതാം. അപ്പം ഇതിൽ ആദ്യം ഇങ്ങനെ എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് എത്രയാ? 15. ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് took by സൂർ ആൻഡ് ലിസി എത്രയാ? 3 + 2 5. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് ലെഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 15-നകത്ത് ഈ 5 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. പിന്നെ വേറെ രീതിയിൽ എഴുതിയിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് എത്രയാ? 15. സുഹ്റ took 3. നമ്പർ ഓഫ് മാംഗോസ് ലെഫ്റ്റ് എത്ര കണ്ടുപിടിക്കും? 15 നിന്നും പിന്നെ 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. പിന്നെ ലിസി took 2. അപ്പൊ ഇനി നമ്പർ ഓഫ് മാംഗോസ് ലെഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 12ന് പിന്നെയും 2
സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 10 കിട്ടും.